അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി പോട്ടോ. കമ്പം തേനി റൂട്ടിലെ ഓടിക്കൊണ്ടിരിക്കണേ. അപ്പൊ കമ്പം തേനി അല്ല, കമ്പം തേനിക്ക് പോകണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ മുന്തിരിത്തോട്ടം കാണണമെങ്കിൽ അപ്പൊ നമ്മൾ അടുത്ത് തന്നെ മുന്തിരിത്തോട്ടം വന്നിട്ട് നമ്മൾ കാണാക്കണ മോശല്ലേ? പോയി നോക്കട്ടെ, മുന്തിരി ഉണ്ടോ അല്ലെങ്കിൽ ഉണക്ക മുന്തിരി ആയിനോന്നൊന്നും അറിയില്ല. മുന്തിരി ഉണ്ടാവുന്ന ദിവസ മുന്തിരി ഉണങ്ങിന ഉണക്ക മുന്തിരി ആണോന്നും അറിയില്ല കേട്ടോ. പോയി നോക്കട്ടെ. നമ്മള് ഇവിടെ എത്തി. മുത്തങ്ങ വനത്തിലെത്തിന്. മുത്തങ്ങ കഴിഞ്ഞ് ബന്ദിപ്പൂര് വനത്തെ കൂടി ഇങ്ങനെ പോയിക്കൊടുക്കുക. മൃഗങ്ങളൊന്നും കാണില്ല. അങ്ങോട്ട് പോയാവോ ഒക്കെ ഉണങ്ങി പോയിട്ടോ, വെയിലായിട്ട്. ആ പച്ചപ്പൊന്നുമില്ല, ഒക്കെ ഉണങ്ങി പിടിച്ചു. അങ്ങനെ പോവാ. പോണ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ചതാണ്. മൃഗങ്ങളെയും കണ്ടില്ല എത്രയും നേരം പോന്നിട്ട്. അതില് മൃഗങ്ങളും ഇല്ല. ഉള്ള വീഡിയോത്തില്ല, കുറച്ച് എടുക്കാണ്. ഒരു എന്താ പറയാ, മാനിനെ പോലും ഒരു കൊരങ്ങനും കാണാനില്ല. എവിടെ പോയി വലിയ നോമ്പായിട്ടാവും ചിലപ്പോ, ആരും കാണാനില്ല. അവിടെ ഉണ്ടാവില്ലാണ്, ഒന്നുമില്ല. കാലിയൊക്കെ ചൂടോണ്ട് തന്നെ ആയിരിക്കും. ഉള്ളിക്ക് വലിയ ഉണ്ടാവും. നോമ്പിന്റെ ക്ഷീണോ ഇങ്ങോട്ട് ഇറങ്ങാത്ത. നമ്മള് രാവിലെ അത്തായം വെച്ച് പോന്ന ഉച്ചക്ക്. അങ്ങനെ കണ്ടിട്ട് തീർന്നു പോകുന്ന പറഞ്ഞപ്പോഴേ കണ്ടുപോകല്ലോ. ഏതായാലും നമ്മൾ അടുത്ത് വന്നാല് കമ്പം തേനിയൊക്കെ ഓടി എത്തുമ്പോൾ കുറച്ച് പൈസ ആവും. ഇപ്പൊ അതിനത്ര ചെലവില്ലല്ലോ. അപ്പൊ വന്നു നോക്കിയതാ. ടോൾ പ്ലാസ കാണുന്നത്. ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് ഇതാണ് വഴി കേട്ടോ. ഏറാവുന്ന ഗുണ്ടൽപേട്ട റോഡിൽ വേണ്ടി വന്നിട്ട് മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞ് ആ ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് ടോൾ പ്ലാസ ആണ് കാണുന്നത് അവിടെ. അത് കഴിഞ്ഞോടുമ്പോൾ തന്നെ ഇടത്തോട്ട് ഈ റോഡ് കേട്ടോ. ആ റോഡിൽ വന്നാൽ മതി. ഇനി ഉള്ളിലോട്ട് പോയിട്ട് കാണാൻ. കയറി പോണവിടെ തന്നെ ഒരു പുളിമരം നോക്കിയാൽ ഇഷ്ടം പോലെ പുളി ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രേ പുളി നമുക്ക് വേണ്ടാവുന്നുണ്ട്. പുളി എങ്ങനെ കേടന്നു പോവോ, ആരും പറക്കില്ല. അതെ, മുന്തിരിത്തോട്ടെത്തിട്ടോ. മുന്തിരി ഒന്നും കാണുന്നില്ല, ഒക്കെ പറിച്ച് കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഉള്ളിൽ കയറിയോട്ടെ. മുന്തിരി ഇല്ല. മുന്തിരി കഴിഞ്ഞോ? മുന്തിരി കഴിഞ്ഞിട്ടോ. അപ്പൊ ഞാനും വരുന്നുണ്ടെങ്കിലേ മുന്തിരി തീർന്നിക്കണ്. ഒറ്റ മുന്തിരി ഇല്ല. മുന്തിരി കഴിഞ്ഞ് ചേച്ചി. കലാസ് സപ്പോട്ട. അതെന്താ? ചിക്കു. ഇതോടുള്ള ഇപ്പോളേ മുന്തിരിത്തോട്ടം തെരഞ്ഞിങ്ങോട്ട് വരണ്ട. മുന്തിരി ഇവിടെ കഴിഞ്ഞിന്. അതാണ് അവസ്ഥ. ഫുൾ കാലി. പേരിനൊരു മുന്തിരി ഒരു കൊലെങ്കിലും കാണാൻ അതില്ല. പേരിനൊരു മുന്തിരി ഇല്ല. മൊത്തം കഴിഞ്ഞു. ഫുള്ള് കാലി. ഒന്നുമില്ല കേട്ടോ. സാധനം പാടിപ്പോയി. മുന്തിരി ഓർഡർ ചെയ്തവരൊക്കെ പറയാ. നാട്ടിന്ന് ഇവിടെ മുന്തിരി. അതൊരു കൊല മുന്തിരി. ഉണങ്ങിയ മുന്തിരി. നമ്മള് പറഞ്ഞായിരുന്നു ഉണക്ക മുന്തിരിയാണല്ലേ. ഇതൊക്കെ മുന്തിരി ഉണങ്ങി കിടക്കണ്. ഫുള്ള് പറിച്ചു കേട്ടോ. ആൾക്കാർ വന്നിട്ടേ ഫുൾ കാലി. ഇനി അടുത്ത കൊല്ലം കാണാം ഇൻഷാ അല്ലാഹ്. ആരാ പറഞ്ഞ ഉണ്ടെന്ന്? ഉണ്ട് പറഞ്ഞോ? ഉണ്ട് മുന്തിരി. അതാ മുന്തിരി. അതാ രണ്ട് മുന്തിരി. ആ രണ്ട് മുന്തിരി തെച്ചാ അത്തേനെ കൊണ്ടുകൊടുക്കാം. രണ്ട് മുന്തിരി ഇട്ടിന്. ഫുൾ മുന്തിരി കാലിയാട്ടോ. മുന്തിരി. പേരിന് നക്കിത്തിരി കിട്ടി. ഈ മുന്തിരി കിട്ടിയട്ടോ.
മുന്തിരി ഫുള്ള് കഴിഞ്ഞു പോയി ഗൈസ്. എന്താ ചെയ്യാ? അപ്പൊ ഞാൻ മുന്തിരി തോട്ടം തിരഞ്ഞാൽ ഇങ്ങോട്ട് വരണ്ടോ? അത് കഴിഞ്ഞിന്. അത്യാവശ്യം വലിയൊരു ഇതേന് കിട്ടും. ഇല്ല, തീർന്ന് മുന്തിരി. ഒരു മുന്തിരി കൊല 200 ആ മുന്തിരി കൊല ആ പറിച്ച മുന്തിരി കൊണ്ട മുസാ പറിച്ച മുന്തിരി പറിച്ച പൈസ പോയിന്ന് ഉറപ്പല്ലേ? കാട്ടിയ ഇനി ആരും വരണ്ടോ? ഇനി വീഡിയോ മറ്റേ ഒരു കൊല മുന്തിരി ഉണ്ട് കാണാൻ വേണ്ടി പൂതിക്ക്. അത്രേ ഉള്ളൂ. പൂതിക്കൊരു കൊല മുന്തിരി ഇട്ടി. ഉണക്കമുന്തിരി നമ്മള് പറഞ്ഞ ഇതാ ഉണക്കമുന്തിരി ഉണ്ട്. നിങ്ങൾക്ക് വേണോ? നീ ചോദിച്ചോട്ടെ. പച്ച മുന്തിരി കേട്ടോ. ഇല്ല, മുന്തിരിയൊക്കെ കഴിഞ്ഞു. മുന്തിരി ഇല്ല. തോട്ടം ഫുള്ള് കാലി ഗൈസ്. തോട്ടം ഫുള്ള് കാലി. മുന്തിരി ഇല്ല. ആൾക്കാർ കുറെ വരുന്നുണ്ട്, പക്ഷെ മുന്തിരി കട്ടില്ല. എല്ലാരും നിരാശരായി പോവാ. ഞങ്ങളും പോട്ടെ. സപ്പോർട്ടുണ്ട് കുറച്ചവിടെ. സപ്പോട്ടന്മാരുണ്ട്. മുന്തിരി തോട്ടം കാണാന്ന്. സപ്പോട്ട ഇഷ്ടം പോലെ ഉണ്ട്. സപ്പോട്ടത്തിന്റെ തോട്ടാണ് ഇവിടെ. സപ്പോട്ട ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. മുന്തിരി തോട്ടമില്ല, സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ വന്ന മാതിരി തന്നെ ആയിപ്പോയി. പറഞ്ഞ മാതിരി തന്നെ മുന്തിരി ഇല്ല. മുന്തിരിയൊക്കെ കഴിഞ്ഞു. മാങ്ങ കണ്ടമാനം മാങ്ങ. മാവുണ്ട്. സപ്പോട്ട കുറേ ഉണ്ട് കേട്ടോ. ഇതൊരു ഫാം തന്നെയാണ് കേട്ടോ. ചെറിയ ചെറിയ വീടുകളുണ്ട്. ഫാം ഹൗസ് ആവുന്നുണ്ട്. ആ വീടുകളും ചെറിയതായിട്ടേ പണി നടന്നുകൊണ്ടിരിക്കുക, അടുത്തുകൊണ്ടിരിക്കുക. അത് അപ്പൊ നമ്മൾ നിരാശരായി വന്നാണ്ട്. അടാ മുസ്തഫ, ഇവിടെ എന്തോ ചെറിയ എന്തോ ഉണ്ടോ? അവിടെ പോയിക്ക. എന്തോ സംഭവം കണ്ടിട്ട് പോയോട്ടെ. മാവ്, ഈ ചെറിയ മാവ് പൂട്ടിക്ക്. ചാമ്പക്കല്ലേ? ചാമ്പക്കതാ. എടാ വേറെ ഞാൻ ആപ്പിൾ ഉണ്ട്. ചില ആപ്പിൾ കണ്ടില്ല. ആപ്പിളാ പറ്റിക്ക. ആപ്പിളാ. ആപ്പിൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ആപ്പിള് ഇതെന്താ നോക്കിയാ? ഇത് കണ്ടില്ലല്ലോ. ഈ സാധനം എന്താ? മറ്റേത് അനാറ്. ഇതൊക്കെ അനാറതാ. അതൊക്കെ അത് കണ്ടില്ലേ? ഇത് നമ്മള് വേറെ അനാറൊന്നും കണ്ടില്ലല്ലോ. അനാറ് കണ്ടില്ലേ? ഇഷ്ടംപോലെ ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെയാണ് അനാറിന്റെ കേട്ടോ. ഇഷ്ടംപോലെ അനാറുണ്ട്. ഇത് കണ്ടോ? അനാറുണ്ടായി. ചെറുതാ ഉണ്ടാവണുള്ളൂ അനാറ്. ഇത് വിരിഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ. പൂവിട്ടിട്ട്. അനാറാട്ടോ. മാങ്ങ ഇഷ്ടം പോലെ മാങ്ങ. ചെറിയ മാവ. കുറേ മാങ്ങ ഉണ്ട്. വേറെ എന്താ നോക്കട്ടെ. ഇത് ഒരു തരം ചാമ്പക്ക കേട്ടോ. തിരുതിരാണ്ടായി കിടക്കുന്നുണ്ട് ചാമ്പക്ക. അരിനെല്ലിക്കതാ. അരിനെല്ലിക്ക എവിടെ? നാരങ്ങ. മാതളി നാരങ്ങ ഉണ്ട്. ഇവിടെ എല്ലാ തരം കൃഷി ഉണ്ടല്ലോ അല്ലേ? മാതളി നാരങ്ങ. ഓ, ചെറിയ തയ്യ. മനസ്സിലായി. അത്തിപ്പഴം എന്താണ് അല്ലേ? ആണ് തോന്നുന്നുണ്ട്. ഇതെന്താന്ന് ഒന്ന് പറഞ്ഞു കേട്ടോ. അത്തിപ്പഴം തോന്നുന്നുണ്ട്. ചക്ക നോക്കിയാ. ചക്ക ഉണ്ടായി നോക്കിയാ. ഇഷ്ടം പോലെ ചക്ക. ചെറിയ പ്ലാവാട്ടോ. ആകെ എത്ര ഉയരുള്ളൂ. ഇത്രയും ചക്ക. ആള് വന്ന് പായിപ്പിക്കുന്നുണ്ട്. ഓക്കെ തന്നെ. എന്നാ പോവാ. ഇനി എന്നാ വരിക?
4 മാസം 4 മാസം കഴിഞ്ഞാൽ വരും അല്ലേ? അത് ശരി, 4 മാസം കഴിഞ്ഞാൽ വരും എന്ന് പറഞ്ഞു കേട്ടോ. വേറെ എവിടെയുണ്ടോ അവിടെ തോട്ടം മുന്തിരി? ഇല്ല, ഇതന്നെ ഉള്ളൂ. അപ്പോൾ 4 മാസം കഴിഞ്ഞാൽ മുന്തിരി റെഡിയാവും. പുറത്തിറങ്ങാൻ പറഞ്ഞു ഇവിടെ നിന്ന്. മുന്തിരി ഇല്ല കേട്ടോ, മുന്തിരിയൊക്കെ കാലിയായി. ഞങ്ങൾ 4 മാസം കഴിഞ്ഞാൽ 4 മാസം കഴിഞ്ഞാൽ ആവും. ഇപ്പം തൽക്കാലം അവിടെ കഴിഞ്ഞിന്. അപ്പം നമ്മുടെ വീഡിയോ ഇട്ട് സഹകരിച്ച മിലൻസ് ഓൺലിക്ക് 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ ഇനി ഗുണ്ടൽപേട്ട മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. പക്ഷെ തക്കാളി ഒന്ന് കിട്ടും നോക്കട്ടെ. ഏതായാലും വന്നല്ലേ, പച്ചക്കറി കിട്ടുമോ പോയി നോക്കട്ടെ. എന്നാ ശരി, അടുത്ത വീഡിയോ കാണാം. ഗുണ്ടൽപേട്ട അങ്ങാടി ടൗണൊക്കെ അടുത്ത വീഡിയോയിലില്ല. മാർക്കറ്റൊക്കെ പോയി നോക്കട്ടെ. ഇനി കുറച്ച് തോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പോയി കണ്ട് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പം മുന്തിയ തോട്ടം കാണാൻ ആരും വരില്ല. ഓക്കെ, ബൈ ബൈ.